അച്ചീവ്മെൻ്റാണ് PSQ-4D. The organization has a mechanism to capture patient reported outcome measures, PROMs. കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രോംസ് പല രീതിയിൽ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വെക്കാം. അതൊരു നല്ല കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമാണ്. ഡോക്ടേഴ്സിൻ്റെയും പേഷ്യൻ്റെ ഇടയിലൊക്കെ പ്രോംസ് വളരെ നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമാണ്. നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്യാം. നമുക്ക് സിംറ്റംസ് ഫൈൻഡ് ചെയ്യുന്നതിന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സോഷ്യൽ ഹെൽത്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മോണിറ്റർ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുന്നു ഉറപ്പ് വരുത്താനായിട്ട് ഒരു സ്പെസിഫിക് പ്രോഗ്രാം വൈസിട്ടോ ഡിസീസ് സ്പെസിഫിക് ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻസ് പലത് നമുക്ക് ഉപയോഗിക്കാം. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോംസ് ഉണ്ടായിരിക്കണം. പേഷ്യൻ്റ് റിപ്പോർട്ടഡ് ഔട്ട്കം മെഷേഴ്സ് ഇത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കണം. ഇത് അച്ചീവ്മെൻ്റ് ആണ്, അക്രഡിറ്റേഷൻ ഇത് ആവശ്യമില്ല. എന്നാലും കണ്ടിന്യൂഷൻ ഓഫ് ക്വാളിറ്റിയിൽ നമുക്ക് നമ്മുടെ കസ്റ്റമറായ പേഷ്യൻറ്റിന് കൃത്യമായും റിസൾട്ട് നമ്മുടെ എംപ്ലോയീസിൻ്റേത് കിട്ടുന്നു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് അവരുടെ ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസത്തെ നമ്മൾ ക്യാപ്ചർ ചെയ്യണം. പേഷ്യൻ്റ് റിപ്പോർട്ടഡ് ഔട്ട്കം മെഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ എംപ്ലോയിയുടെ അല്ലെങ്കിൽ ഓരോ ഡിസീസ് സ്പെസിഫിക് ആയിട്ട് കൊടുത്ത സർവീസസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഏരിയയിലും ഉള്ള പ്രോംസിൽ നിന്നാണ് നമ്മുടെ ഹോസ്പിറ്റലിന് ഫ്യൂച്ചറിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൃത്യമായ ഇമ്പ്രൂവ്മെൻറ്റ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു 4 സിമ്പിൾ ഒബ്ജക്റ്റീവ് എലമെൻറ്റിൽ കൂടെയാണ് നമ്മൾ ശരിക്കും ഈ ഒരു സ്റ്റാൻഡേർഡ് 4th സ്റ്റാൻഡേർഡ് ദ ഓർഗനൈസേഷൻ യൂസസ് അപ്രോപ്രിയേറ്റ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ടൂൾസ് ആൻഡ് ഇറ്റ്സ് ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ ആ ഒരു ക്വാളിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നതിന് നമ്മൾ എന്തെല്ലാം ടൂൾസ് ഉപയോഗിക്കണം. ധാരാളം ടൂൾസ് ഉണ്ട്. നമ്മൾ പ്രത്യേകമായിട്ട് ചില ക്ലാസ്സുകളിൽ ഇതിനെ ഓരോന്നിനെയും എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓരോ സിഗ്മയായാലും ഓരോ ഏരിയയിലും നമ്മൾ എങ്ങനെയാണ് ഈ ടൂൾസ് ഉപയോഗിക്കേണ്ടതെന്ന് പ്രത്യേകമായ ക്ലാസ്സുകളുണ്ട്. നമുക്ക് ഏതെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നമുക്കിങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു 4ാമത്തെ സ്റ്റാൻഡേർഡ് നമ്മളെ സഹായിക്കും. പേഷ്യൻ്റ് സേഫ്റ്റിയിൽ അല്ലെങ്കിൽ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡേർഡാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി 5ാമത്തെ സ്റ്റാൻഡേർഡിലേക്ക് പോകാം. ആഹാരത്തിന് ശേഷം നമുക്ക് കഴിച്ചിട്ട് വരാം സ്വസ്ഥമായിട്ട്. ശേഷം 5ാമത്തെ സ്റ്റാൻഡേർഡ് നോക്കാം.